ഹായ് ഫ്രണ്ട്സ്, ഐ എം കെ മുരളീധരൻ ഫ്രം രാമോസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലാസ്സസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരള സർവീസ് റൂൾസ് പാർട്ട് 1 ചാപ്റ്റർ 1 നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. ഇത് കേരള സാറിൻ്റെ 8ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ 17 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. 1 മുതൽ 6 വരെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ KSR ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതുന്നവർക്ക് ഇത് സഹായകമായിരിക്കും. 7ാമത്തെ വീഡിയോയിലും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, KSR, KER, ഫൈനാൻഷ്യൽ കോഡ്, MOP, CRPC, IPC തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷകൾക്കും ഇൻ്ററാക്റ്റീവ് ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. സൗജന്യ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. നൗ ലെറ്റ് us സ്റ്റാർട്ട് ദ ക്ലാസ്. ഒന്നാമത്തെ ചോദ്യം, ദ ലിസ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഷോൺ ഇൻ A. Appendix 2 of Part 1 KSR. B. The pay revision order. C. Appendix 1 of Part 1 KSR. D. Appendix 3 of Part 1 KSR. ഞാൻ ഉത്തരം പറയുകയാണ്. എ ആൻസർ എ ആണ്. അപ്പൻഡിക്സ് 2 ഓഫ് പാർട്ട് 1 KSR. അപ്പൻഡിക്സ് 2 ഓഫ് പാർട്ട് 1 KSRലാണ് ലിസ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പൻഡിക്സ് 2 ഓഫ് പാർട്ട് 1 KSR. അത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. If any doubt arises as to whether the rules in KSR would apply to any person, the matter will be decided by A. Finance Department. B. Government. C. Accountant General. D. Head of the Department. Answer B. Government. Question is, if any doubt arises as to whether the rules in KSR would apply to KSR rules apply ചെയ്യുന്നതിന് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ ഈ മാറ്റർ ആർക്കാണ് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം, അല്ലെ ആർക്കാണ് ഈ മാറ്റർ റെഫർ ചെയ്യേണ്ടത്? അത് ഗവൺമെൻറ്റാണ്. റൂൾ 4 പറയുന്നുണ്ട്. പാർട്ട് 1 KSR റൂൾ 4 അത് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. എ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി അവൈൽഡ് ലീവ് വിത്തൗട്ട് അലവൻസസ് ഫോർ 6 months to treat his wife who was seriously injured in an accident. There was no eligible leave at his credit and he was in a financially difficult position. In such cases, the period of LWA can be accounted for increments. A. By the government. B. District collector. C. Head of the department. D. The head of office. അതായത് ഗവൺമെൻറ്റിന് റൂൾ റിലാക്സ് ചെയ്യുന്നതിനുള്ള പവേഴ്സ് റൂൾ 7 പാർട്ട് 1 KSR പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ആൻസർ എ ആണ്. 4ാമത്തെ ചോദ്യം നോക്കാം. KSR പാർട്ട് 2 tier rules applicable to A. The whole-time employees in government service. B. The part-time contingent staff. C. Work establishment staff. D. Daily wage staff. Answer A. The whole-time employees in government service. Part 2 tier rules ബാക്കി part-time contingent സ്റ്റാഫിനോ വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാഫിനോ ഡെയിലി വേജ് സ്റ്റാഫിനോ ബാധകമല്ല. അത് പാർട്ട് 1 റൂൾ 2 സബ് റൂൾ 1 പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 5ാമത്തെ ചോദ്യം. KS and SSR means A. The Kerala Sources and State Services Rules. B. The Kerala State and Subordinate Service Rules. C. Kerala State and Service Rules. D. Kerala Subordinate Service Rules. Answer B. The Kerala State and Subordinate Service Rules. Not services but service rules. So KS and SSR means the Kerala State and Subordinate KS and SSR. Okay. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Powers that cannot be delegated to other offices. Powers that cannot be delegated to other offices. A. Power to make rules. B. To permit an officer on foreign service to receive pension. C. To determine the standard rent of buildings. D. All the above. Answer D. All the above. ക്വസ്റ്റ്യൻ ഇതാണ്. പവേഴ്സ് ദാറ്റ് കനോട്ട് ബി ഡെലിഗേറ്റ് ടു ഓഫീസേഴ്സ്. ഗവൺമെൻറ് താഴെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പവേഴ്സ് ഏതൊക്കെയാണ്? പവർ ടു മേക്ക് റൂൾസ് ബെസ്റ്റ് വിത്ത് ഗവൺമെൻറ് ഉള്ളി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ടു റിസീവ് പെൻഷൻ. ഫോറിൻ സർവീസിൽ അയക്കുന്നതും അവിടുത്തെ പെൻഷൻ റിസീവ് ചെയ്യാൻ സാങ്ഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് ബിൽഡിങ്സ് അത് ഗവൺമെൻറ്റാണ്. സോ ഓൾ ദ അബോവ് ഇസ് ദ ആൻസർ. ഇത് റൂൾ 9 പാർട്ട് 1 പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7. Who is the authority to interpret the rules in case of doubt? A. The head of office. B. The government. C. Head of department. D. Accountant General. Answer question number 7. B. The government.
എന്തെങ്കിലും റൂൾസ് അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സർക്കാരിനാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം. അത് KSRൻ്റെ റൂൾ 11 പാർട്ട് 1 പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് പവേഴ്സ് ഈസ് നോട്ട് റിസർവ്ഡ് ബൈ ദ ഗവൺമെൻറ്? Which of the following powers is not reserved by the government? A. Power to make, modify and interpret rules. Power to send an employee on foreign service. Power to give confirmation to an officiating employee. To dispense with or relax the rules in any particular case. Answer C. The power to give confirmation to an officiating employee. Not reserved by government. ബാക്കി എല്ലാ ഓപ്ഷൻസിലും പവർ ടു മോഡിഫൈ ഇൻ്റർപ്രറ്റ് റൂൾസ് ഗവൺമെൻറ് ആണ്. പവർ ടു സെൻഡ് ആൻ എംപ്ലോയി ഓൺ ഫോറിൻ സർവീസ് ഗവൺമെൻറ് ആണ്. ടു ഡിസ്പെൻസ് വിത്ത് റിലാക്സ് റൂൾസ് ഗവൺമെൻറ് ആണ്. എന്നാൽ ഒരു ഒഫീഷ്യറ്റിംഗ് എംപ്ലോയിയെ കൺഫേം ചെയ്യുന്നതിന്, സ്ഥിരപ്പെടുത്തുന്നതിന്, പെർമനൻറ്റ് മെമ്പറാക്കുന്നതിന് ഉള്ള പവേഴ്സ് ഗവൺമെൻറ് അല്ല, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായ ആൻസർ സി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Who reserves the power to modify the Kerala service rules? A. Governor. B. The Kerala government. C. The central government. D. President. മുൻ വർഷത്തിൽ ചോദിച്ച ചോദ്യമാണിത്. ഉത്തരം ബി, ദ ഗവൺമെൻറ്. സർക്കാരിന് മാത്രമാണ്, കേരള സർക്കാരിന് മാത്രമാണ് കേരള സർവീസ് റൂൾസ് മോഡിഫൈ ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം. അത് റൂൾ 9 പാർട്ട് 1 KSRൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. An officer's claim to pay an allowances is regulated by the rules in force. An officer's claim to pay an allowances is regulated by the rules in force. A. At the time in respect of which the pay and allowances are earned. B. At the time when the bills are prepared and submitted. C. At the time when the pay and allowances are claimed. D. None of the above. പത്താമത്തെ ചോദ്യത്തിന് ഉത്തരം എ ആണ്. At the time in respect of pay and allowances are earned and claimed. ഏൺ ചെയ്യുന്നതാണ്. അത് റൂളിംഗ് ബിലോ റൂൾ 11 പാർട്ട് 1 KSR. റൂളിംഗ് ബിലോ റൂളിംഗ് പറയുന്നുണ്ട്. റൂളിംഗ് ബിലോ റൂൾ 11 പാർട്ട് 1 KSR പറയുന്നുണ്ട്. യെസ്. 11ാമത്തെ ചോദ്യം. An officer's claim to leave is regulated by the rules in force. A. At the time when the leave was earned and credited. B. At the time when the leave is applied for and credited. C. At the time when the leave application is received. D. None of the above. Answer B. At the time when the leave is applied for and granted. ഒരു ലീവ് the officer's claim to leave, ലീവിനുള്ള അപേക്ഷ അല്ലെങ്കിൽ ലീവിനുള്ള ക്ലെയിം ഏത് സമയത്ത് വെച്ചിട്ടാണ്, ഏത് സമയത്തെ റൂൾസ് വെച്ചിട്ടാണ് അനുവദിക്കാവുന്നത്, റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്. At the time when the leave is applied for and granted. Below rule 11 of part 1 KSR. Okay. Next question. Question number 12. An officer's claim to pension is regulated by the rules in force at the time. An officer's claim to pension is regulated by the rules in force at the time. An officer's claim to pension is regulated by the rules in force at the time. Question number 12. Answer A. At the time an officer resigns or discharged from service. Question number 12. An officer's claim to pension is regulated by the rules in force at the time. A. When an officer resigns or discharged from service. B. At the time when the pension is sanctioned. At the time when the pension is sanctioned. C. At the time when accountant general issues authorization. D. At the time when the officer submits application for pension. Answer A. 13ാമത്തെ ചോദ്യം. The power to interpret Kerala service rules is vested with. നേരത്തെ വേറെ രീതി ചോദിച്ചിട്ടുണ്ട്. A. The government in general administration department. The ministry of the state. The government in law department. The government in finance department. ഈ ചോദ്യത്തിനകത്ത് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം ഡിപ്പാർട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഡി ആണ് ശരിയായ ആൻസർ. ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് ആണ്. അത് തന്നെ ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നു, ഗവൺമെൻറ് എന്നാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ശരിയായ ഉത്തരം. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ആൻസർ ദ ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത ചോദ്യം. ടു ഹൂം എമംഗ് ദ ഫോളോയിങ് കേരള സർവീസ് റൂൾസ് അപ്ലൈ ടു? To whom among the following the Kerala service rules apply to? A. The judges of the High Court of Kerala. B. The subordinate judges. C. The chairman of Public Service Commission and members.
D. Personal staff administrators, direct recruits. Answer B. The subordinate judges. Judges of the High Court, ബാധകമല്ല. ചെയർമാൻ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് മെമ്പേഴ്സ് KSR ബാധകമല്ല. പേഴ്സണൽ സ്റ്റാഫ് മിനിസ്റ്റേഴ്സ്, ഡയറക്ടർ റിക്രൂട്ട്സ് KSR ബാധകമല്ല. ഇപ്പോൾ ജഡ്ജസിന് തന്നെ ഇപ്പോൾ ഷെട്ടി കമ്മീഷൻ അനുസരിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും ശമ്പളവും മറ്റും നിശ്ചയിക്കുന്ന ഷെട്ടി കമ്മീഷൻ അനുസരിച്ചാണ്. എന്നാലും അവരുടെ ലീവിൻ്റെ പ്രശ്നങ്ങൾ ബാക്കി പല കാര്യങ്ങളും KSR ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ KSR ആൻസർ ദ സബോർഡിനേറ്റ് ജഡ്ജസ്. ഓക്കെ, 15ാമത്തെ ചോദ്യം. ടു ഹൂം എമംഗ് ദ ഫോളോയിങ് കേരള സർവീസ് റൂൾസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു? A. Those appointed by special provisions in agreement. B. Those who are specially excluded by the government notification gazette. C. The officers in service as on 31/56 and not opted for KSR. D. A, B and C above. Answer A, B and C above ആണ്. 3 പേർക്കും ബാധകമല്ല. സ്പെഷ്യൽ പ്രൊവിഷൻ അനുസരിച്ചുള്ളവർക്ക് KSR ബാധകമല്ല. എക്സ്ക്ലൂഡഡ് ബൈ ഗവൺമെൻറ് KSR ബാധകമല്ല. 31/56 സർവീസ് ഇരുന്നുള്ള നോട്ട് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് KSR ബാധകമല്ല. എന്നാൽ അവർക്ക് TA റൂൾസ് പാർട്ട് 2 ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം D. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The Part 2 Kerala Service Rules, TA rules are applicable to who among the following? The Part 2 Kerala Service Rules, TA rules are applicable to who among the following? Those appointed by special provision or agreement. B. Work establishment staff. C. Contingent staff. D. The officers who were in service of Travancore Cochin as on 31/56 and continue to be in service of Government of Kerala but have not opted for KSR. ചോയ്സ് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദോസ് അപ്പോയിൻറ്റ് ബൈ സ്പെഷ്യൽ പ്രൊവിഷൻ ഓർ എഗ്രിമെൻറ്റ്. ബി. വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാഫ്. സി. കണ്ടിജന്റ് സ്റ്റാഫ്. ഡി. ഓഫീസേഴ്സ് who were in service of Travancore Cochin on 31/56 and continue to be in service of the Government of Kerala but have not opted. ഇത് ശരിയായ ഉത്തരം ഡി ആണ്. ചോദ്യം ഇതാണ്, പാർട്ട് 2 ഓഫ് കേരള സർവീസ് റൂൾസ് TA റൂൾസ് ആർ ആപ്ലിക്കബിൾ ടു who among the following? Those appointed by special provision, not applicable. Work establishment staff, not applicable. Contingent staff, not applicable. D. Those who are in service അവർ ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പാർട്ട് 2 ബാധകമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ 16 ആണ്. 17ാമത്തെ ചോദ്യം. ദ റൂൾസ് ഇൻ പാർട്ട് 1 ഓഫ് കേരള സർവീസ് റൂൾസ് റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസസ് ഷാൽ അപ്ലൈ ടു ഹൂം? 17ാമത്തെ ചോദ്യം. ദ റൂൾസ് ഇൻ പാർട്ട് 1 ഓഫ് കേരള സർവീസ് റൂൾസ് റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസസ് ഷാൽ അപ്ലൈ ടു ഹൂം? A. The persons appointed to the service of the government temporarily under Rule 9 of Part 2 of Kerala State and Subordinate Service Rules. Those in service on 31/56 and continue to government service and opted for KSR and those not opted for KSR. C. IAS, IPS and IFS officers. D. A and B above. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. The rules in Part 1 of Kerala Service Rules relating to rules in Part 2, not 1. Part 2 of Kerala Service Rules relating to travelling allowance shall apply to. ഇവിടെ ആൻസർ ഡി ആണ്. ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 17ാമത്തെ ചോദ്യം. ദ റൂൾസ് ഇൻ പാർട്ട് 2 ഓഫ് കേരള സർവീസ് റൂൾസ് റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ് ഷാൽ അപ്ലൈ ടു ആർക്ക് ബാധകമാണ്? എ. ചോയ്സ് ദ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ടു ദ സർവീസ് ഓഫ് ദ ഗവൺമെൻറ് ടെമ്പറലി അണ്ടർ റൂൾ 9 ഓഫ് പാർട്ട് 2 കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് ബാധകമാണ്. രണ്ടാമത്തത് ബി. എ. ചോയ്സ് ദോസ് ഇൻ സർവീസ് ഓൺ 31/56 ആൻഡ് കണ്ടിന്യൂ ടു ഗവൺമെൻറ് സർവീസ് ആൻഡ് ഓപ്റ്റഡ് ഫോർ KSR ആൻഡ് ദോസ് നോട്ട് ഓപ്റ്റഡ് ഫോർ KSR. ഓപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും അവർക്ക് രണ്ടുപേർക്കും KSR റൂൾസ് ബാധകമാണ്, TA റൂൾസ് ബാധകമാണ്. IAS IPS ഓഫീസേഴ്സും ബാധകമല്ല. അപ്പോൾ ആൻസർ ശരിയായ ഉത്തരം ഡി ആണ്. എ ആൻഡ് ബി അബവ്. ഓക്കെ, എ ആൻഡ് ബി അബവ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഐ ഹംബ്ലി റിക്വസ്റ്റ് വൺസ് അഗൈൻ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.